രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ബ്രഹ്മാസ്ത്രബന്ധിതനായി ഹനുമാൻ രാവണൻ്റെ മുമ്പിലെത്തുന്നു. രാവണൻ ഹനുമാനെ നോക്കിക്കണ്ടു, ഹനുമാൻ രാവണനെ നോക്കിക്കണ്ടു. ഇത്രയും തേജസ്വിയായിട്ടുള്ള കേമത്തങ്ങളൊക്കെ തികഞ്ഞ രാവണൻ അധർമ്മം കൂടി ചെയ്തില്ലെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും എന്നിങ്ങനെ വിചാരിച്ചു. കുറേ ഹിതോപദേശങ്ങൾ കൊടുക്കുകയാണ്. രാമനെതിരായിട്ടുള്ള കളി വേണ്ട രാവണ, അങ്ങ് കേമനാണ് ഒക്കെ കാര്യമൊക്കെ ശരി, എങ്കിലും ഞാൻ പറയാം, ഈ കളി തീക്കളിയാണ്. ത്രിലോകത്തിൽ രാമലക്ഷ്മണന്മാരോട് ഏറ്റുമുട്ടാൻ ആരാണുള്ളത്? ഇത്രയൊക്കെ ബുദ്ധിയുള്ള ബുദ്ധിരാക്ഷസൻ എന്നാ നിലയ്ക്കും രാക്ഷസനായ ബുദ്ധിമാനാണ്. എന്തുകൊണ്ട് രാമൻ്റെ മാഹാത്മ്യം അങ്ങേക്ക് അറിയുന്നില്ല? കേട്ടപ്പോൾ കോപം കൊണ്ട് കലിതുള്ളി ഒരു വാനരനെ തന്നെ ഉപദേശിക്കാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി? കൊല്ലാവനെ, സംശയിക്കൊന്നും വേണ്ട എന്നങ്ങനെ പറയണു. വിഭീഷണൻ അവിടെ തടുത്തു. അയ്യോ, ദയവായിട്ട് ചെയ്യരുത്. സരാക്ഷസാധിപതിം ക്രുദ്ധം തച്ച കാര്യമുപസ്ഥിതം വിദിത്വാ ചിന്തയാമാസ കാര്യം കാര്യവിധം സ്ഥിത. കാര്യാകാര്യത്തെക്കുറിച്ച് ആലോചിച്ചതായിരിക്കുന്ന വിഭീഷണൻ പറഞ്ഞു, ക്ഷമസ്വരോഷം ത്യജ രാക്ഷസേന്ദ്ര പ്രസീദമേ വാക്യമിതം ശൃണുഷ്വ. ഹേ രാക്ഷസേന്ദ്ര, ഞാൻ പറയുന്നത് അങ്ങേക്ക് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വിരോധമാണ്. ക്ഷമിക്കുക, വെരി സോറി, എനിക്കിത് പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുമല്ലോ നമ്മൾ. അപ്രിയമാണ് ഇപ്പം ഞാൻ പറയാൻ പോണത്, പക്ഷെ അത് സത്യമായതുകൊണ്ട് പറയാതിരിക്കാനും നിവൃത്തിയില്ല. വതന്ന കുറുവണ്ടി പരാവരജ്ഞ ദൂതസ്യ സന്തോഹോ വസുധാധിപേന്ദ്ര. ഏ വസുധാധിപേന്ദ്ര രാജാവേ, അങ്ങനെയാണ് മീത്, ഞാൻ താഴെയാണ്, എല്ലാം കൊണ്ടും അനുജനാണ്. ഇനിയും എന്നാലും ഞാൻ പറയുന്നു, ദൂതനെ വധിക്കരുത്. അത് തെറ്റാണ് എന്നല്ലേ ശാസ്ത്രം പറയണത്. അതുകൊണ്ട് അങ്ങേക്ക് അത് അറിയാത്തതുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു. പറയാതിരുന്നാലും അത് തെറ്റാവും. മുമ്പിലിങ്ങനെ ഏട്ടൻ അബദ്ധത്തിലേക്ക് പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റല്ലല്ലോ. ഒരു തരത്തിൽ നോക്കുമ്പോൾ തൻ്റെ ഏട്ടനെ തെറ്റിൽ നിന്നും അബദ്ധത്തിൽ നിന്നും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു ധർമ്മമാണ് എന്ന് കരുതി ഞാൻ പറയണം. അത്ര വിനയമായിട്ടാണ് വിഭീഷണൻ പറയണത്. രാജധർമ്മ വിരുദ്ധഞ്ച ലോക വൃത്തേശ്ച ഗർഹിതം. ലോകം മുഴുവനെ തള്ളിപ്പറയുന്ന കാര്യം, ലോകം മുഴുവനെ തെറ്റായി കാണുന്ന കാര്യം, ഗർഹിതമായിട്ടുള്ള കാര്യം, മോശമായി കാണുന്ന കാര്യം ആണ് ദൂതവധം. അങ്ങ് എല്ലാം അറിയുന്ന ആളല്ലേ. പരമാർത്ഥവിൽ പരാവരജ്ഞോ ഭൂതാനാം ത്വമേവ പരമാർത്ഥവിത്ത്. പരമാർത്ഥവിത്ത് എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ അറിയുന്നവൻ അല്ലയോ അങ്ങ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ എന്തേ പുറപ്പെടാൻ കാരണം? ഇത് കോപം കൊണ്ട് അങ്ങക്ക് സംഭവിച്ച തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൃഹ്യൻ്റെ എതിരോഷേണ താദൃശോ വിചക്ഷണ. അങ്ങ് കേവനാണ്, കാര്യകാര്യങ്ങൾ ആലോചിക്കാൻ കഴിവില്ലാത്തവനല്ല. എന്നിട്ടും ഇത് സംഭവിച്ചത് കോപം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കോപത്തിന് അടിമപ്പെട്ടു, പക്ഷെ അത് വലിയ തെറ്റാവും. ആ കോപത്തിന് അടിമപ്പെട്ടാൽ എല്ലാ ശാസ്ത്രജ്ഞാനവും പിന്നെ വ്യർത്ഥമാണ്. ഗൃഹ്യൻ്റെ എതിരോഷേണ, അങ്ങയുടെ രോഷം ഇപ്പോൾ ഇവിടെ ധർമ്മബോധത്തെ മറച്ചിരിക്കുന്നു. അങ്ങേക്ക് തന്നെ അപകടമായിട്ട് തീരും. അരുതാത്തത് ചെയ്താൽ ആരാ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക? അതുകൊണ്ട് ജ്യേഷ്ഠ, രാജൻ, രാജാവേ തന്നെ വിളിക്കണം. ഈ കോപം അങ്ങേക്ക് ഇപ്പോൾ തെറ്റായിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്യുക? തസ്മാൽ പ്രസീത ശത്രുഘ്ന രാക്ഷസേന്ദ്ര ദുരാസത. ശത്രുഘ്ന എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഒതുക്കുന്നവനെ. ഒരു ശത്രുവും അങ്ങയുടെ മുമ്പിൽ നേർന്നു നിൽക്കാൻ കെൽപ്പുള്ളവനല്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ശിക്ഷ ഇവന് കൊടുക്കുന്നതാണ് ഉത്തമം. വധമല്ല വേണ്ടത്. യുക്തവും അയുക്തവും തീരുമാനിച്ച് ഒരു ശിക്ഷ ഇവന് കൊടുത്താലും യുക്തായുക്തം വിനിശ്ചിത്ത ദുരുദണ്ഡോ വിധീയതാം. ദൂതദണ്ഡോ വിധീയതാം. ദൂതന് ഒരു ദണ്ഡത്തെ
അങ്ങ് നിശ്ചയിച്ചാലും ദൂതനായിക്കൊണ്ട് ഇവന് തീർച്ചയായിട്ടും അവൻ ചെയ്തത് തെറ്റാണ്, നമ്മുടെ ശത്രുവാണ്, അതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ പതിക്കുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റായിട്ട് മാറും. അത് ചെയ്യരുത്. ശത്രുസൂദനാന്ന് വിളിക്കുകയാണ്. പാപികളെ കൊല്ലുന്നത് കൊണ്ട് പാപം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പാപം ചെയ്ത ഈ വാനരനെ ഞാൻ വധിക്കുക തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കണം. നീ എന്താ ഈ പറയണതെന്ന് ചോദിച്ചാൽ വിഭീഷണനോട് ആദ്യം ചാടി. നീ മിണ്ടാണ്ടിരിക്കുക. എന്ത് കൊല്ലരുത്, ഏത് കൊല്ലരുത്? തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഉദ്യാനം നശിപ്പിച്ച് പുത്രനായിരിക്കുന്ന അക്ഷണിയും കൊന്നിട്ടുള്ള ഇവനെ ഞാൻ വെറുതെ വിടെ? ദൂതനായിക്കോട്ടെ ആരായിക്കോട്ടെ പാപം ചെയ്തിട്ടുള്ള ഒരാളെ കൊന്നത് എങ്ങനെയാണ് തെറ്റാവുക? അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, പ്രസീത ലങ്കേശ്വര രാക്ഷസേന്ദ്ര ധർമാർത്ഥതത്വം ദജനം ചുണുഷ്വ. ലങ്കേശ രാക്ഷസേന്ദ്ര, ഞാൻ പറയുന്നത് കേൾക്കണം. ദൂതാനവധ്യാസമയേഷു രാജൻ, ദൂതൻ മധ്യനല്ല. സർവേഷു സർവത്ര വദന്തി സന്ത, സജ്ജനങ്ങളെല്ലാം ഇത് ഘോഷിക്കണു. ഒരാൾ രണ്ടാളും അല്ല, എല്ലാ സജ്ജനങ്ങളും ഇതുവരേക്കും അനുവർത്തിച്ച് വന്നിട്ടുള്ള നയാണെന്ത്? ദൂതനെ കൊല്ലാണ്ടിക്കൊണ്ട് ദൂതൻ അവധ്യാണ്. ദൂത നവധ്യ സമയേഷു രാജൻ, ദൂതന്മാരെ വധിക്കുന്നത് എപ്പോഴും എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്, അത് പാടില്ല. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു ദണ്ഡനം കൊടുക്കുക. ഇവൻ ശത്രുവാണ്, സമ്മതിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും നാശനഷ്ടങ്ങളും പുത്രവധവും നടത്തില്ലല്ലോ. പക്ഷെ അതിനൊരു ശിക്ഷ കൊടുക്കുകയാണെന്നുള്ളത് കൊല്ലല്ല. ദൂതവധം സജ്ജനങ്ങൾ അനുവദിക്കാറില്ല. ന ദൂതവധ്യാം പ്രവദന്തി സന്തോ ദൂതസ്യ ദൃഷ്ട ഭഗവോ ഹി ദണ്ഡ. ആരും തന്നെ ദൂതനെ വധിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ശിക്ഷ അതെങ്ങനെയൊക്കെയാവാം? മൗണ്ഡ്യന്തതാ ലക്ഷണ സന്നിപാത, ശിരസ് മുണ്ടനം ചെയ്യുക. വൈരൂപ്യം അങ്കേഷു കശാപിഘാതോ, ഇരുമ്പ് ചൂടാക്കിയിട്ട് ശരീരത്തിൽ പൊള്ളിക്കുകയെ മൗണ്ഡ്യം മുണ്ടനം ചെയ്യുകയൊക്കെ ആവാം. ഏതാൻകി ദൂതേ പ്രവദന്തി ദണ്ഡാൻ വതസ്തു ദൂതസ്യ ന ശ്രുതോസ്തി. എന്ത് തരത്തിലും വൈരൂപ്യോ ചെറിയ ശിക്ഷയോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്ഷതം ഏൽപ്പിക്കുകയോ ആവാം. പക്ഷേ കൊല്ലാനായിട്ട് പാടില്ല. ശരീരത്തിൽ ചാപ്പ കുത്തുക, എന്തെങ്കിലുമൊക്കെ അടയാളം ഇതൊക്കെ വരച്ച് വികലാക്കുക, അതും ആവാം. പക്ഷേ കൊല്ലാൻ പാടില്ല. ധർമാർത്ഥങ്ങളിൽ മനസ്സ് ഉറച്ചിട്ടല്ലേ അങ്ങ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന അങ്ങയെപ്പോലെ ഒരാൾ കോപത്തിന് കീഴ്പ്പെടാൻ പാടില്ല. ദൂതനെ വധിക്കാൻ പാടില്ല. ന ധർമ്മവാദേന ജലോകവൃത്തേന ശാസ്ത്രബുദ്ധിരണേഷു ചാപി വിദ്യേത കച്ചിൽ തവ വീരതുല്യത്വം ഉത്തമ സർവ സുരാസുരാണാം. അല്പബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് ശക്തി ധാരാളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിങ്ങനെ പ്രകീർത്തിച്ചാൽ സന്തോഷമാവും. ഇരുത്തം വന്നവരെ കീർത്തിച്ചാലൊന്നും അവർക്ക് സന്തോഷമാവില്ല, കീർത്തിക്കാതിരുന്നാൽ അവർക്ക് വിഷമമില്ല. ഇരുത്തം വന്നവർക്ക് അല്പബുദ്ധികളെ നിങ്ങളല്ലാണ്ട് വേറെ ആരാ നിങ്ങളെപ്പോലെ ഉള്ളത്? ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ ആരാച്ചപ്പം നിങ്ങൾ ഇരിക്കണം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ വലുതാ. അപ്പോൾ ഇവിടെ ഭീഷണൻ തൻ്റെ ഏട്ടനെ നല്ലോണം അറിയാം. ഒന്നങ്ങോട്ട് ജാക്കി വെക്കുക എന്ന് പറയുമല്ലോ, കീർത്തിക്കുകയാണ് ഇവിടെ. ന ധർമ്മവാദേന ലോകവൃത്തെ, ധർമ്മവാദത്തിലെ ലോകനീതി മുതലായിട്ട് നടപ്പാക്കുന്നതിലും ശാസ്ത്രബുദ്ധികളെ പഠിച്ച് മനസ്സിലാക്കുന്നതിലും അനുസരിക്കുന്നതിലും അങ്ങേക്ക് സമനായിട്ട് ആരുമില്ല രാവണരാജൻ. അതുകൊണ്ട് ഞാൻ പറയണം, നജാപ്യസ്യ കവേർഘാതേ കാചിൽ പശ്യാമ്യഹം ഗുണം. ഈ കവിയെ കൊല്ലുന്നത് കൊണ്ട് അങ്ങേക്ക് വിശേഷിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. പിന്നെ എന്തിനാ കൊല്ലണം? ശാസ്ത്രവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം എന്തിനാണ് ചെയ്യണത്? ഈ കവിയെ ആര് ഇങ്ങോട്ട് പറഞ്ഞയച്ചോ അവരവിടെ വീണ്ടും അവശേഷിക്കുകയല്ലേ ഇവനെ വധിച്ചാൽ. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ അവരറിയൂല. സീത പടി ഉണ്ടെന്ന് അവരറിയൂല. യുദ്ധത്തിന് അവർ വരൂല്ല. അപ്പോൾ ഒരു യുദ്ധത്തിനുള്ള അവസരം നഷ്ടപ്പെടല്ലേ ചെയ്യണത്. അതുകൊണ്ട് ഒരു കാര്യവും ആ ദൂതനെ വധിച്ചത് കൊണ്ടുണ്ടാവാൻ പോണില്ല. അടയാളം വെച്ച് പറഞ്ഞയച്ചിട്ട് അവിടെ അവൻ പോയി അവരെയൊക്കെ അങ്ങോട്ട് വരുത്തട്ടെ. അപ്പോൾ എന്തുണ്ട്? ധാരാളം സൈന്യബലമുണ്ട് അവിടെ. അതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു യുദ്ധം ചെയ്യാമല്ലോ. യുദ്ധത്തിൽ അങ്ങനെ ജയിക്കുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ആ യുദ്ധം ഉണ്ടാവില്ലേ ഒരു കണക്കിന് അങ്ങയുടെ കീർത്തിക്ക് വേണ്ടത്? ഈ ഹനുമാൻ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അതുല്യനാണ്. ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നതിനും കഴിവുണ്ട്. കടന്ന് മറുകരയിൽ എത്തിയാൽ
ഇവനെ പോലെ ഇനി വേറൊരാൾ അവിടുന്ന് ഇങ്ങോട്ട് വരില്ല, യുദ്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങേക്ക് സീതയെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ശത്രുവായിട്ടുള്ള രാമൻ വധിക്കപ്പെടണം. അല്ലാണ്ട് സീതയെ അനുഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതിനവർ യുദ്ധത്തിന് വരണ്ടേ? യുദ്ധത്തിന് വരാതെ കണ്ട് ഈ ദൂതനെ വധിച്ചാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് അങ്ങയുടെ ആ സമാധാനത്തിന് തീർച്ചയായിട്ടും ഇവനെ വധിക്കാതെ വിടേണ്ടത് ആവശ്യമാണ് എന്ന് ഞാനിതാ പറയുന്നു, സൂചിപ്പിക്കുകയാണ്. ഇന്ദ്രാദി ദേവന്മാരിൽ പോലും അങ്ങ് പ്രയത്നം ചെയ്യണം. ആത്മൻ വിനട്ടേന ഹി ദൂതമന്യം പശ്യാമി യസ്തോ നരരാജപുത്രോ യുദ്ധായ യുദ്ധപ്രിയ ദുർവിനീത ഉദ്യോജയോ വൈ ഭവതാ വിരുദ്ധോ. ഈ ഹനുമാൻ മരിച്ചു പോയാൽ അവരാരും തന്നെ ഇങ്ങോട്ട് വരില്ല, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അവരറിയൂല. അതുകൊണ്ട് അങ്ങ് ശരിക്കും പറയാച്ചാൽ യുദ്ധം ചെയ്യേണ്ടത് ഇന്ദ്രാദി ദേവന്മാരോടാണ്. ഒരു വാനരനെ വധിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു കീർത്തി അങ്ങേക്കില്ല. വാനരനെ വധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദേവന്മാരെ പോലുള്ളവർ അല്ലെങ്കിൽ വിക്രമമുള്ളവർ അവരെയല്ലേ വേണ്ടത്. അത് കേട്ടപ്പോൾ രാവണന് തോന്നി, ശരിയാണല്ലോ, കൊല്ലുകയാണെങ്കിൽ കൊല്ലപ്പെടേണ്ടവരെ കൊല്ലണം, ഇവനെ ഇങ്ങോട്ട് അയച്ചവരെയല്ലേ കൊല്ലേണ്ടത്. ഇവനെ ഇപ്പം അല്ലെങ്കിൽ എന്ത് പഴിച്ചു? ഇവനെ അയച്ചാൽ കൊന്നാൽ തനിക്ക് എന്ത് കീർത്തിയാണ് കിട്ടുക എന്നിങ്ങനെ പറഞ്ഞതോടു കൂടിയിട്ട് ആ ഉപദേശം സ്വീകരിച്ചു. നിശാചരാണാം അതിപോ അനുജസ്യ വിഭീഷണസ്യോത്തമവാക്യം നിഷ്ഠം. ഭീഷ്ണൻ്റെ ഉത്തമമായിരിക്കുന്ന ആ വാക്യം കേട്ടു. ജഗ്രാഹബുദ്ധ്യാസുരലോകശത്രുർ മഹാബലോ രാക്ഷസരാജമുഖ്യ. ദേവന്മാരുടെ ശത്രുവായിരിക്കുന്ന രാവണൻ ഹനുമാനെ കൊല്ലാതെ വിടാൻ തീരുമാനിച്ചു. എന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. എന്ത് ശിക്ഷയാണ് കൊടുക്കുക? ഒരു കാര്യം ചെയ്യുക. കപീനാങ്കില ലാങ്കൂലം ഇഷ്ടം ഭവതി ഭൂഷണം തദത്യ ദീപ്യതാം ശീഘ്രം തേന ഗച്ഛതു. ഇവൻ്റെ വാല് എന്തെങ്കിലുമൊക്കെ ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിക്കുക. കത്തിയ വാലുമായിട്ട് ഇവൻ ലങ്കയിൽ കൂടെ നടക്കട്ടെ, എല്ലാവരും അത് കാണട്ടെ. അതാണ് ഇവന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ശിക്ഷ. തതപ്പശ്ചന്ത്യമും ദീനം അംഗവൈരൂപ്യകർഷിതം. വാലൊക്കെ കത്തി പൊള്ളി എല്ലാവരും ഇവിടെ ലങ്കയിലുള്ളതായിട്ട് എൻ്റെ ബന്ധുമിത്രാദികളോ ആരൊക്കെയല്ല വെച്ചാൽ അവരുടെ മുമ്പാകെയൊക്കെ അവനെ പ്രദർശിപ്പിക്കുക. ലങ്ക മുഴുവൻ ചുറ്റി നടക്കണം. രാത്രി വന്ന ചോരനോ ചാരനോ രണ്ടും ആവാം. ചാരനായാലും അവൻ ചോരനായാലും രണ്ടും കള്ളൻ എന്നും പറഞ്ഞ് എല്ലായിടത്തും ഇവനെ ആ വാലിൽ തീ കൊളുത്തി കത്തിച്ച് അംഗവൈരൂപ്യം വരുത്തി അങ്ങനെ നടത്തുക. ഇത് കേട്ടപ്പോൾ രാക്ഷസന്മാർക്കൊക്കെ ഉത്സാഹമായി. എല്ലാവരും ഹനുമാനെ പിടിച്ചു വാലിൽ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങി. ഹനുമാൻ തൻ്റെ ശരീരമാണ് വലുതാക്കി വാലിൽ ചുറ്റാൻ നോക്കിയപ്പോൾ ഉണ്ടോ തുണികൾ തികയണു. ലങ്കയിലുള്ള ഒരുപാട് തുണികളൊക്കെ കിട്ടാവുന്നതൊക്കെ കൊടുന്ന് ചുറ്റിയിട്ടും തികയണില്ല. ഈശ്വര, അത് ഏതൊരു സമയത്താണ് ഇങ്ങനെ സംഗതിക്ക് തോന്നിയത്? എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ ചുറ്റിയിട്ട്, എന്നാലല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. എത്രയായാലും കഴിയാത്ത തുണികൾ കൊണ്ടുവന്ന് ചുറ്റി അവസാനം ഇനിയാണ് കത്തിക്കുക, അത് മതി എന്നാണ് തീരുമാനിച്ചു. എണ്ണ ഒഴിച്ചവരാണ് കത്തിക്കണം. നിബദ്ധ്യകൃതവാൻ വീര തക്കാലതൃശിം മതിം. ആ പാലിൽ അങ്ങോട്ട് തുണി ചുറ്റി അതിലൊക്കെ അങ്ങോട്ട് എണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. വിചാരിച്ചു, രാമനായിക്കൊണ്ട് ഞാനിതൊക്കെ തൽക്കാലം സഹിക്കണം. യതി ഭർത്തുഹിതാർത്ഥായ, എൻ്റെ യജമാൻ അല്ലെങ്കിൽ സ്വാമിയായിട്ടുള്ള രാമന് വേണ്ടി ഇതൊക്കെ ഞാൻ ഭർത്തൃശാസനോറ്റ് തൽക്കാലം സഹിക്കുക തന്നെ എന്ന് വിചാരിച്ച് അതിനുള്ള പ്രതികാരവും അതിന് രക്ഷപ്പെടാനൊക്കെ സാധിക്കും ഹനുമാന്. പക്ഷെ തൽക്കാലം അത് ചെയ്തില്ല. മാത്രമല്ല തന്നെ എടുത്തുകൊണ്ട് ലങ്കയിൽ കൂടെ മുഴുവൻ നടക്കും എന്നല്ലേ പറഞ്ഞത്. അത് ലങ്ക മുഴുവനെ നേരെ കാണാൻ രാത്രി ആയതുകൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം അതിനൊരവസരവും കിട്ടും എന്നുള്ളത് കൊണ്ടാവാം ഒന്നും തന്നെ ഹനുമാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല, ശ്രമിച്ചില്ല. അങ്ങനെ ബേരി, പടഹം, ശംഖനാദം മുതലായിട്ടുള്ളതെല്ലാം അവിടെ പുറപ്പെടുവിച്ച് ഹനുമാനെ എടുത്ത് വഴികളിൽ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. ഹനുമാൻ സുഖമായിട്ട് എന്ത് കണ്ടു? മാളികകൾ, കവലകൾ, ഗൃഹങ്ങൾ, കള്ളൻ 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 എന്നിവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാം നോക്കിക്കണ്ടു.
അഗ്നിയോട് സീത ഈ സമയത്ത് പ്രാർത്ഥിച്ചു എന്നാണ്. യദ്യസ്തി പതിശുശ്രൂഷ യദ്യസ്തി ചരിതം തപ യദീച്ചാത്യേകപത്നീസ്ത്വം ശീതോപവഹനുമത. ഹേ അഗ്നിദേവ, ഞാൻ എന്തെങ്കിലും പാതിവൃത്യം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നന്മ എന്നിലുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേട്ട ശീതോഭവ ഹനുമത, ഹനുമാൻ്റെ നേരെ അങ്ങ് ശീതളമ അല്ലെങ്കിൽ ശീതമായിട്ടുള്ള ഭാവത്തെ കൈക്കൊള്ളണമേ. ചുടീക്കരുതേ. എനിക്ക് വേണ്ടി വന്ന ദൂതനാണ്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള ആ ദൂതന് അഗ്നി ചൂട് അനുഭവിപ്പിക്കരുതേ എന്നങ്ങനെ പ്രാർത്ഥിച്ചു. ഹനുമാനോ ചൂടൊട്ട് അനുഭവപ്പെട്ടതുമില്ല. അപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതെന്താണ്? പ്രദീപ്തോഗ്നിരയം കസ്മാൻ നമം ദഹതി സർവത. എന്തുകൊണ്ടാണ് എനിക്ക് ചൂട് അനുഭവപ്പെടാത്തത്? ഇത് രാമപ്രഭാവമായിരിക്കാം എന്നങ്ങനെ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ദിശ്യതേജ മഹാജ്വാല കരോതി ജനമേ ദ്വിജം. രാമൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടാണോ, സീതയുടെ പ്രഭാവം കൊണ്ടാണോ, എന്താണോ എന്നറിഞ്ഞില്ല. എങ്ങും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ എന്താണ് എനിക്ക് ചൂട് ഏൽപ്പിക്കാത്തത് എന്ന് ഹനുമാനും അവിടെ അത്ഭുതപ്പെട്ടു. മൈനാകത്തനും രാമനും വേണ്ടി വെമ്പൽ തോന്നിയാമെങ്കിൽ അഗ്നിയും എന്തു തന്നെ എനിക്ക് വേണ്ടി പ്രസാദിക്കാതിരിക്കില്ല എന്ന് ചിന്തിച്ചതുകൊണ്ടാവാം എന്നങ്ങനെ വിചാരിച്ചു. കയറ് കൊണ്ട് ബന്ധിച്ച തീ ഇങ്ങനെ കത്തണുണ്ട്, ചൂടൊട്ട് അനുഭവപ്പെടണില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആ കെട്ടിയ കയറിൽ നിന്ന് മെല്ലെ ഊരിച്ചാടി. കാണേണ്ടതൊക്കെ കണ്ടു. ഇപ്പോൾ ഈ ബന്ധനത്തിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് അതിന് വെയ്യാഞ്ഞിട്ടല്ല എന്ന് രക്ഷപ്പെടാം. ഇപ്പം ചാടി, ഒറ്റ ചാട്ടം. ശരീരത്തെ ചെറുതാക്കി ആ കയറുകൾ കെട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് ഊരി മേൽപ്പെട്ട ഒരൊറ്റ ചാട്ടവും വലിയൊരു അലറലും ഉണ്ടായി എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ഇരുമ്പ് തടി കയ്യിലിങ്ങോട്ട് എടുത്തു, കയ്യിൽ കിട്ടി. അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, കാലൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ കെട്ടിടങ്ങളല്ലേ, ഊര. ഒരു വിഷമം കൂടാതെ വിമുക്ത ചാപവത് ശീവാൻ പുനഃ പർവ്വതസന്നിഭനായിട്ട് അങ്ങോട്ട് വലുതായി. അവിടെ കൂടിയിട്ടുള്ള ഈ കുറേ കാവൽക്കാരായിട്ടുള്ള രാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. സൂര്യനെ പോലെ പ്രകാശിച്ചിട്ടങ്ങനെ നിന്നു. അനവധി രാക്ഷസന്മാരെ വധിച്ചു, കെട്ടിൽ നിന്ന് ഊരിപ്പോയി. ഇനി ഓരോരോ കെട്ടിടത്തിലേക്കും അങ്ങോട്ട് ചാടുകയാണ്. കിന്നു ബലവചിട്ടമ്മേ കർത്തവ്യം തികസാമൃതം. ഇവിടെ ചിലതും കൂടിയൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. ചൈത്യപ്രസാദം ഒക്കെ തകർത്തു, ഉപവനം ഒക്കെ മറിച്ചിട്ടു, തീർത്തി പോരാ. ഒരു ഘട്ടം കൂടി, ഒന്ന് വിട്ടാൽ 3 എന്നാണല്ലോ. അപ്പോൾ ഒന്നും കൂടി ഇവിടെ ചെയ്യാണ്ട്. ഒരു ഗൃഹത്തിൽ നിന്ന് മറ്റൊരു ഗൃഹത്തിലേക്ക് ഭവനാഗ്രേഷു ലങ്കായ വിചചാര മഹാകവി. ഒരു ഗൃഹത്തിൽ നിന്ന് മറ്റൊരു ഗൃഹത്തിൽ, ആ ഗൃഹത്തിൽ നിന്ന് ഇനിയൊരു ഗൃഹം എന്ന രീതിയിൽ ആ ഗൃഹങ്ങളുടെ മുകളിലേക്ക് തീയിൽ വാലുമായിട്ട് ചാടി എല്ലാ ഗൃഹങ്ങളായിട്ടും അങ്ങോട്ട് വെന്തിരിക്കാൻ കത്തിക്കാൻ തുടങ്ങി. പ്രഹസ്തൻ്റെ ഗൃഹം കത്തിച്ചു, മഹാപാർശൻ്റെ ഗൃഹം, വജ്രദണ്ഡൻ്റെ ഗൃഹം, സാരണൻ, ഇന്ദ്രജിത്ത്, ജംബുമാലി, സുമാലി മുതലായിട്ടുള്ളവരുടെ ഒക്കെ ഗൃഹങ്ങൾ അങ്ങോട്ട് കത്താൻ തുടങ്ങി. ഞങ്ങളുടെ രശ്മികേതു, ഹ്രസ്വകർണൻ, സൂര്യശത്രു, ദംഷ്ട്രൻ, അതുപോലെ തന്നെ ദജഗ്രീവൻ, വിദ്യുജിക്കൻ, ഘോരൻ, പേരൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ വീട് ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു മന്ദിരത്തിലേക്ക്, ആ മന്ദിരത്തിൽ നിന്ന് ഇനിയൊരു മന്ദിരത്തിലേക്ക്, യജ്ഞശത്രു, ബ്രഹ്മശത്രു ഇതായിട്ടുള്ള വീടുകളൊക്കെ. ഏത് വീടൊഴികെ 2 സ്ഥലം മാത്രം മാരുതി ദഹിപ്പിച്ചില്ല. ഒന്ന് വിഭീഷണൻ്റെ ഗൃഹം. വർജയിത്വ മഹാതേജ വിഭീഷണഗൃഹം പ്രതി ക്രമേണേവ ദദാഹ ഹരിപുങ്കവ. ഹരികുംഭവൻ ഹനുമാൻ, വാനന്മാരിൽ വെച്ച ചേട്ടനായിട്ടുള്ള ഹരികുംഭവൻ, ഹരി പുങ്കവൻ വിഭീഷണൻ്റെ മന്ദിരം മാത്രം കേടുവരുത്തിയില്ല. ഭക്തനാണോ സാത്വികനാണെന്നറിയാം. പിന്നെയോ രാവണഗൃഹത്തിൽ വെച്ചില്ല, അതൊക്കെ ശരിയാക്കിയതാണ്. സർവേഷാന്തമതിക്രമ രാക്ഷസേന്ദ്രസ്യ വീര്യവാൻ. രാക്ഷസേന്ദ്രൻ്റെ ഭവനത്തെയും ആസസാദാത ലക്ഷ്മിവാൻ രാവണസ്യ നിവേശനം. രാവണൻ്റെ നിവേശനത്തെയും അവിടെ ചെന്നു, അതും കത്തിച്ചു. അതേപോലെ സീത താമസിക്കുന്ന സ്ഥലത്തേക്ക് തീ എത്തിക്കാണ്ട് രക്ഷിച്ചു, സീതയെയും രക്ഷിച്ചു. അതേപോലെ തന്നെ വിഭീഷണൻ്റെ ഗൃഹവും രക്ഷിച്ചു എന്നാണ്. പക്ഷെ പിന്നീടൊരവസരത്തിൽ സീത ഈ അഗ്നിയിൽ പെട്ടിട്ടുണ്ടാവുമോ എന്നൊരു സംശയം ഹനുമാന് വരികയാണ്. അടുത്ത സർഗത്തിലത്തെ വിഷയം, അടുത്ത ദിവസം നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? ദേഷ്യപ്പെട്ട് അവിവേകം ഞാൻ പ്രവർത്തിച്ചു എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ഹനുമാൻ വേവലാതിപ്പെടുന്ന രംഗമാണ് അടുത്തത്. എന്തായാലും വിഭീഷണ ഗൃഹം തേ രക്ഷിച്ചു. ശ്വസനേന ച സംയോഗാത് അതിവേഗോപകാബലാകാലാഗ്നിരിവജ്വാല പ്രാവർത്തത ഉദാസന. കാലാഗ്നി പോലെ ആ അഗ്നി
വലുതായി. അവരെല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി, കത്തി എരിഞ്ഞു. ഇതൊരു വാനരാഗ്നി ആരയച്ചതാണ് എന്ന് പലരും ചിന്തിച്ചു. സാക്ഷാൽ ഇന്ദ്രൻ അയച്ചതാണോ, കാലൻ അയച്ചതാണോ വാനരാഗ്നി എന്നങ്ങനെ വിചാരിച്ച് ബഹളം കൂട്ടി. സ്ത്രീകളൊക്കെ കരഞ്ഞു, ഹാ താതാ എന്നൊക്കെ പറഞ്ഞ് എല്ലാ വിലപിടിച്ചതായിട്ടുള്ള വജ്രം, വൈഡൂര്യം, പവിഴം, മുത്ത്, വെള്ളി ഇതൊക്കെ കത്തി ഉരുകാൻ തുടങ്ങി. എല്ലാം ചുട്ടെരിച്ചു. അഗ്നി അങ്ങനെ ആളിക്കത്തും ചെയ്തു. യുഗാന്തത്തെ കാലാഗ്നി പോലെ ഉഗ്രമായിട്ട് കത്തി എരിഞ്ഞ് വീഴുന്ന ശബ്ദങ്ങൾ അവിടെ എല്ലാം കേട്ടു. അതേപോലെ തന്നെ ആ പ്ലാഷിൻ്റെ പൂക്കൾ എങ്ങനെയാണോ നിറയണത് അതേപോലെ അവിടെ മുഴുവനും അഗ്നി ഇങ്ങോട്ട് പരന്നു എന്ന് പറയണം. ഒക്കെ ചുട്ട് ചാമ്പലാക്കി ഹനുമാൻ. അനന്തരം അതാണ് അനന്തം, അവ്യക്തം, അചിന്യം ആയിരിക്കുന്ന പ്രഭാവത്തോടു കൂടിയിട്ട് കിം വൈഷ്ണവം വാ കവിരൂപമേത്യ രക്ഷോ വിനാശായ പരം സുതേജ അചിന്യം അവ്യക്തമനന്തമേകം സ്വമായ സാമ്പ്രതമാഗതം വാ. അനന്തവും അവ്യക്തവും അചിന്യവും ഏകവും വൈഷ്ണവുമായ തേജസ് മായയാൽ രാക്ഷസനാശത്തിനായി ഇപ്പോൾ വന്നിരിക്കുകയാണോ എന്ന് ചിലരുടെ ഒരു ചിന്ത. എന്തൊരു ശക്തിയാണിത്, ഏതൊരു ശക്തി കൊണ്ടാണ് ഇവൻ ഇതിന് സാധിച്ചത്? ഹാ താതഹ പുത്രക കാന്തമിത്ര, അച്ഛ അമ്മേ, സഹോദര, സുഹൃത്തേ, പുത്ര, കാന്തേ, കാന്ത എന്നിപ്രകാരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും വിളിച്ച് കരഞ്ഞു. ഹാ ജീവിതേശാംഗകഥം സുപുണ്യം, നമ്മുടെ പുണ്യം മുഴുവൻ പോയല്ലോ. എത്രയോ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ഐശ്വര്യങ്ങളെല്ലാം എന്താ നിമിഷം കൊണ്ട് ഈ വാനരൻ തകർത്തല്ലോ. ശാപഗ്രസ്തമായി ലങ്ക. തീപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടാവസ്ഥയാണ് അല്ലേ. വീടൊക്കെ തീപിടിച്ചാൽ എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കിയാൽ. ഒരു ആയുസ്സിൻ്റെ സമ്പാദ്യം മുഴുവനാണ് ആ വീട് കത്തിയിരുന്ന് കൂടെ പോണത്. അപ്പോൾ അതാണ് വളരെ കാലം കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഐശ്വര്യം മുഴുവൻ തീജ്വാലയ്ക്ക് വിധേയമായി എല്ലാം ഭസ്മമായി പോയല്ലോ. സസംഭ്രമത്രസ്ത വിഷണ്ണരാക്ഷസാം സമുജ്ജലജാലകുദാശനാങ്കിതാം തദർശലങ്കം ഹനുമാൻ മഹാമന സ്വയം പുരോഷാപകഥാമിവാഗ്നി. യുവാവനീം മഹാമനസ്കനായിട്ടുള്ള മാരുതി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ രാക്ഷസന്മാരോട് കൂടിയതും ആളിക്കത്തുന്ന അഗ്നിയുടെ ജ്വാലകളാൽ എരിയുന്നതും ആയ ലങ്കയെ ബ്രഹ്മാവ് തൻ്റെ കോപത്താൽ എപ്രകാരം ഭൂമിയെ നശിപ്പിക്കും അതുപോലെ നശിപ്പിച്ചതായിട്ടങ്ങനെ കണ്ടു. ഇവനാവട്ടെ അജയ്യനാണ്. എന്തൊക്കെ കാണിച്ചിട്ടും തീ വെച്ചിട്ടും കെട്ടിയിട്ടും അവനെ ഒതുക്കാനോ കീഴിലാക്കാനോ ആർക്കും സാധിക്കുന്നില്ല. അജയ്യനാണ്. വായുപുത്രനും വാനരനുമായിട്ടുള്ള ഈ ഹനുമാൻ ആരാലും ജയിക്കപ്പെടാതെ നിലകൊണ്ടു. ദഗ്ധാപുരീം താം ഗൃഹരത്നമാലിനിയും, ഗൃഹരത്നങ്ങളാൽ നിറഞ്ഞതായിട്ടുള്ള ഗൃഹങ്ങളെ കൊണ്ട് ഉള്ള ലങ്കയെ തത്തോഹനുമാൻ പവനാത്മജ കവി വായുപുത്രനായിട്ടുള്ള ഹനുമാൻ എല്ലാറ്റിനെയും ദഹിപ്പിച്ചു. ആ സമയത്ത് മനസ്സോ രാമനിൽ എത്തും ചെയ്തു. ജഗാമരാമം മനസാ മഹാത്മാ, മനസ്സുകൊണ്ട് എവിടെ എത്തി ഹനുമാൻ? രാമസന്നിധിയിലെത്തി എന്ന് പറയാണ്. ദേവന്മാരെല്ലാം ഇത് കണ്ടു വാഴ്ത്തുകയാണ്. 3 ലോകം കീഴടക്കി ആരെയും ഇന്ദ്രനെയും ജയിച്ചിട്ട് രാവണൻ്റെ പുറത്ത് പോയിട്ട് ഇത്രയും കാട്ടിക്കൂട്ടിയ ഹനുമാൻ്റെ പ്രഭാവം അസാധാരണം തന്നെ എന്ന് ദേവന്മാർക്ക് ബോധ്യപ്പെട്ടു. തതത്വതം വാനര മുഖ്യവീരം മഹാബലം മാരുതതുല്യവേഗം, വായുവേഗവാനായിട്ടുള്ള ഹനുമാൻ്റെ ശക്തി മഹാമതിം വായുസുതം വരിഷ്ഠം, വായുവിൻ്റെ പുത്രനും ശ്രേഷ്ഠനും ആയിട്ടുള്ള പ്രതുട്ടൂർ ദേവഗണാശ്ച സർവേ, എല്ലാ ദേവന്മാരും ഹനുമാൻ ജയിക്കട്ടെ, ഹനുമാൻ ജയിക്കട്ടെ, ഹനുമാൻ ജയിക്കട്ടെ പ്രകാരം ഹനുമാനെ വാഴ്ത്തി എന്ന് പറയുകയാണ്. എല്ലാവരും വാഴ്ത്തി. ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, പന്നകങ്ങൾ, സകല ഭൂതങ്ങളും വളരെയധികം ആനന്ദിച്ചു. കാരണം ഇവരൊക്കെ രാവണൻ്റെ പതനം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ശികാലായി. പക്ഷെ ഒരു നിവൃത്തിയില്ല ഇവൻ്റെ ശക്തി കാരണം. ചിലരെങ്കിലുമൊക്കെ ഇവനെ ഒതുക്കട്ടെ, അതും ഒരാവശ്യമാണ് എന്ന രീതിയിൽ സൂര്യനെ പോലെ പ്രകാശിച്ച് കെട്ടിടത്തിൻ്റെ മുകളിൽ ഹനുമാൻ സ്ഥിതി ചെയ്തു. ഗൃഹാഗ്രസിംഹാഗ്രതലേ വിചിത്രേ പ്രതിഷ്ഠിതോ വാനരരാജസിംഹ പ്രദീപ്തലാങ്കൂലകൃതാർച്ചിമാലി വിരാജാദിത്യ ഇവാർച്ചിമാലി. അതിനുശേഷം എന്ത് ചെയ്തു? സമുദ്രത്തിൽ തൻ്റെ വാല് മുക്കി ആ അഗ്നി അടുക്കെടുത്തി. എന്നിട്ട് സൂര്യനെ പോലെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പോയിട്ട് പ്രകാശിച്ച് അവിടെ സ്ഥിതി ചെയ്തു എന്നും പറഞ്ഞിട്ട്
ആ സർഗാണ് അവസാനിപ്പിച്ചു. ഇനി താൻ അഗ്നിക്ക് ഇരയാക്കിയിട്ടുള്ള ലങ്കയിൽ സീത പെട്ട് ദഹിച്ചിട്ടുണ്ടാവുമോ എന്ന ഒരു ചിന്ത വർണ്ണിക്കുകയാണ് അടുത്ത സർഗത്തിൽ. പൂർവന്നാമതപോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ.